പഴയ നാലുകെട്ടിൻ്റെ രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പഴമയുടെ ഫീൽ കിട്ടുന്നുണ്ട്. ശരിക്കും ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കൊരു നടുമുറ്റമൊക്കെ കാണാം. അതേപോലെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫോയർ സ്പേസ് ആണുള്ളത്. ഈ ഒരു ഫോയർ സ്പേസിൻ്റെ റൈറ്റ് പോർഷനിലായിട്ട് ഇവിടുത്തെ പ്രെയർ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രെയർ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വുഡ് കൊണ്ടുള്ളൊരു സെമി പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ഫോയറിൻ്റെ ഇടതുവശത്ത് മനോഹരമായ കൊത്തുപണികളോട് കൂടിയ തൂണുകൾ ചേർന്ന ആർച്ച്, ആ ആർച്ചിനുള്ളിൽ ഗസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് റൂമിലിരുന്നാലും അതേസമയം ആ ഗ്രഹനാഥന് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ആ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥന നടക്കാനുള്ള പ്രൈവസിയും ലഭിക്കുന്നതോടൊപ്പം അതിൻ്റെ ഭംഗി മുഴുവൻ ആ പൂജാമുറിയുടെ കൊത്തുപണികളും അലങ്കാരങ്ങളും എല്ലാം ഈ വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തർക്കും കാണാവുന്ന രീതിയിൽ വലതുവശത്തെ അഴികളും പൂജാമുറിയും ദൃശ്യമാവുന്ന രീതിയിലാണ് അതും ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വീട്ടിലെ ഏറ്റവും ലൈവ്ലി ആയിട്ടുള്ള ഒരു പോർഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ, അതാണ് ഇവിടുത്തെ സെൻട്രൽ കോർട്ട്യാർഡ്. അതായത് പണ്ട് കാലത്ത് നമ്മൾ വീടുകളിലൊക്കെ കണ്ടിരുന്ന നടുമുറ്റം പോലെ തന്നെയാണ് ഇവിടെ ഈ സെൻട്രൽ കോർട്ട്യാർഡ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒത്തു നടുവിലായിട്ട് വലിയൊരു നന്ദീൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നൊരു കാര്യമാണ് ഈ ചെമ്പകം എന്ന് പറയുന്നത് വീടിൻ്റെ ഐശ്വര്യമാണ്. സോ ആ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു സെൻട്രൽ കോർട്ട്യാർഡിൻ്റെ രണ്ട് ഭാഗത്തും ഒരു ചെമ്പകമരം നട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോർട്ട്യാർഡിനെ ചുറ്റിയിട്ടാണ് ഈ വീട്ടിലെ എല്ലാ റൂമുകളും ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയിലേക്ക് മിഴി തുറക്കുന്ന ലിവിങ് സ്പേസ് എന്ന് നമുക്ക് ഈ ഒരു ഏരിയനെ വിശേഷിപ്പിക്കാം. എൻ്റെ കാരണം ഞാൻ വിശദീകരിക്കേണ്ട, ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. അതായത് വിശാലമായ പാടങ്ങളും നല്ല കാറ്റും, ശരിക്കും നല്ലൊരു ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് വരുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതിന് ചുറ്റുമുള്ള ആ പാഡി ഫീൽഡുകൾ, ആ പാടശേഖരങ്ങൾ നമ്മളെ മാടി വിളിക്കുന്നത് പോലെ അത് നമ്മളോട് വളരെ സാമീപ്യമായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ എതിർവശം ഗ്ലാസ് കൊടുത്ത് ആ ദൃശ്യമനോഹാരിത മുഴുവൻ വീടിനുള്ളിലേക്ക് ആവാഹിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്ലാൻ ക്രമീകരിച്ചത്. ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മ്യൂസിയമാണോ എന്ന് പോലും തോന്നിപ്പോകും. അതുപോലെ മനോഹരമായി ഓരോ മുക്കും മൂലയും നല്ല ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഇതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്.
വലതുവശത്തായി ഡൈനിങ് റൂമിനോട് ചേർന്ന് അടുക്കളയോടനുബന്ധിച്ചുള്ള വർക്ക് ഏരിയയും സ്റ്റോർ റൂമും യൂട്ടിലിറ്റിയും മറ്റു കാര്യങ്ങളും. ഇടതുവശത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമുകളുടെ ശൃംഖലയാണ്. എല്ലാ ബെഡ്റൂമിനും വളരെ പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് ബെഡ്റൂമുകളുടെ വാതിലുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമുകൾക്ക് ശേഷം നടുവിലുള്ള ലിവിങ് റൂം. ആ ലിവിങ് റൂമിൽ നിന്ന് ഉള്ള കാഴ്ചയാണ് നമ്മളുടെ ഒട്ടും ഒബ്സ്ട്രക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അവിടെ ഒരു ഭിത്തി ഇല്ല, അതിന് പകരം ഗ്ലാസിൻ്റെ ഭിത്തി കൊടുത്തിട്ട് ആ പ്രകൃതിയെ മുഴുവൻ നമ്മൾ ഉള്ളിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഇതൊരു പഴയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണെങ്കിലും ഇവിടെ ഫോൾ സീലിങ്ങും അതേപോലെ തന്നെ ലൈറ്റിങ്ങും ഒക്കെ കൊടുത്ത് ഒരു മോഡേൺ ടച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പതിനാലടിയോളം ഉയരമുള്ള മുറികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഉയരം ഒരു സ്കെയിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന് ചുറ്റും ഉള്ളിൽ തടിയുടെ തലക്കെട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനലുകൾക്ക് മുകളിൽ ഒരു സെക്കൻഡ് ലെയർ വെന്റിലേഷൻ, അത് ഗ്ലാസ്സിലും തടിയുടെ ലൂവറിലും തീർത്ത് നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുന്ന രീതിയിലാണ് എല്ലാ മുറികളും ക്രമീകരിച്ചിരിക്കുന്നത്. ലിവിങ് റൂമിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറകിൽ നല്ല വിശാലമായ ഒരു സ്വിമ്മിംഗ് പൂളും, അതുപോലെ തന്നെ ഈ പാടത്തോട് ചേർന്ന് അതിനോട് നമുക്ക് ഇറങ്ങി അങ്ങോട്ട് ചെല്ലാവുന്ന രീതിയിൽ ആ ഒരു കൂത്തമ്പലത്തിൻ്റെ മാതൃകയിൽ ചെയ്തിരിക്കുന്ന കരിങ്കല്ലിൻ്റെ കൊത്തുപണികളോടുകൂടിയ മനോഹരമായ തൂണുകളോടും കൂടിയ ആ സ്ട്രക്ചറിലേക്കാണ്. ഇതിൻ്റെ ആ ചുറ്റുപാടുമുള്ള ആ പാടശേഖരത്തിൻ്റെ നടുവിൽ ഇരിക്കുന്ന ഒരു പ്രതീതി ഉളവാക്കുന്ന രീതിയിലാണ് അതിൻ്റെ സ്ഥാനം പോലും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ ശാന്തതയുള്ള ഒരു സ്പേസാണത്. അത് ഈ ഗ്രഹനാഥന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പേസായിട്ട് മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. വീടിന് വെളിയിൽ അതിഥികൾക്കായിട്ട് 3 കോട്ടേജുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ആ കോട്ടേജുകളും കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ ആ വാസ്തുശില്പ കലയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അതും ക്രമീകരിച്ചിരിക്കുന്നത്. എൻ്റെ ആഗ്രഹം എനിക്ക് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലോട്ടുള്ള ഒരു വീട് ചെയ്യണമെന്നായിരുന്നു. അതനുസരിച്ച് ഞാൻ എൻ്റെ ആർക്കിടെക്റ്റുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അതെനിക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നു. എൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻസൈഡിലും ഔട്ട്സൈഡിലും വരാന്തകൾ വേണമെന്നുണ്ടായിരുന്നു.
പിന്നെ ബാക്ക് സൈഡിലായിട്ട് എനിക്കൊരു റെസ്റ്റ് ഏരിയ കൂത്തമ്പലം മോഡൽ ഒരെണ്ണം ചെയ്യണമെന്നുണ്ടായിരുന്നു, അതും സാധിച്ചു. പിന്നെ നിറയെ തൂണുകൾ വീടിന് വേണമെന്നുണ്ടായിരുന്നു, അതും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സഹായിച്ചു തന്നു. പിന്നെ ഇപ്പോൾ ഒരു 50 വർഷം പഴക്കം തോന്നിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വീടിന്, പുതിയ വീടാണെങ്കിലും. അതും നന്നായിട്ട് തന്നെ വീട് ഫിനിഷ് ചെയ്തപ്പോഴത്തേനും ഫീൽ ചെയ്യുന്നുണ്ട്. ലോൺ നല്ലപോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു, നല്ല രീതിയിലെല്ലാം ലോൺ ചെയ്തു. നല്ല മരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു റിസോർട്ട് സ്റ്റൈലിലോട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്, എന്നാലും അതും സാധിച്ചു. മലയാളികൾക്ക് ഏറെ ഗൃഹാതുരത്വം നൽകുന്നതാണ് പഴയ വീടുകൾ. അതുകൊണ്ട് തന്നെയാവണം പഴയ വീടുകൾ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നത്. പഴമയുടെ നന്മയും പ്രൗഢിയും നമ്മുടെ വീടുകളിലും നിറയട്ടെ. മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2 ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.